തൃശൂർ കൊരട്ടി ദേശീയപാതയിൽ അപകടം. KSRTC ബസ് അടിപ്പാത നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണു. നിർത്തിയിട്ട ലോറിക്ക് പിന്നിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയും അപകടമുണ്ടായി. ഇത് വളരെ വെട്ടം കുറവായിരുന്നു. നമ്മുടെ വണ്ടി സ്ലോയിലുമായിരുന്നു. പക്ഷേ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഈ സാധനങ്ങൾ ഇതിലൊരു കൃത്യമായ റിഫ്ലക്സോ മറ്റു കാര്യങ്ങളോ സ്ഥാപിച്ചില്ല. അതാണ് ഈ അപകടത്തിന്റെ മെയിൻ കാരണം. അതായത് ഈ കുഴിയിൽ നിന്നൊരു 5-6 മീറ്റർ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസത്തിന് ഒരു അപകടം ഒഴിവാകുമായിരുന്നു. കറണ്ടില്ല, രണ്ടാമത് ഭയങ്കര മഴയും, ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പോൾ അതിന്റെ നമുക്ക് റിഫ്ലക്സ് കണ്ടില്ല സാറ്. ഇത് കറക്റ്റായിട്ട് ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദൂരം തന്നെ അറിയാൻ പറ്റും. ഇത് തൃശ്ശൂർ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടി, അവിടുന്ന് 12, 11, 20 എടുക്കുന്ന വണ്ടി. സൂരജ് സജി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, വേണ്ടത്ര സൂചനാ ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? അവിടെ വേണ്ടത്ര മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നല്ല മഴയാണ് തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെയൊക്കെ പെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മഴ കൂടി ആയതോടുകൂടി ഈ റോട്ടിലെ കുഴി കാണാൻ പറ്റിയില്ല. വലിയ ആഴത്തിലുള്ള കുഴിയാണ് ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡിൽ എടുത്തിരുന്ന. ആ കുഴിയിലേക്കാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. 49 യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആരും തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഏറെ നേരം ഈ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഈ ഗതാഗതക്കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പിന്നിലേക്ക് ഒരു പിക്കപ്പ് വാനും ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിലേക്ക് പച്ചക്കറി കയറ്റിപ്പോയ പിക്കപ്പ് വാനാണ് ഈ ലോറിക്ക് പുറകിലേക്ക് ഇടിച്ചത്. പിന്നീട് ആ പിക്കപ്പ് വാൻ അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത ഒരു നിലയായിരുന്നു. മറ്റൊരു വാഹനം എത്തിച്ച അതിലേക്ക് ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പിക്കപ്പ് വാൻ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ബസ് ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നേരിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈ അടിപ്പാതയ്ക്ക് വേണ്ടി ആഴത്തിലുള്ള കുഴി എടുത്തിട്ട സമയത്ത് തന്നെ ഈ നാട്ടുകാരടക്കം മുന്നറിയിപ്പ് നൽകിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വയ്ക്കണം, അതോടൊപ്പം തന്നെ അവിടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന്. ഈ കുഴി എടുത്തിട്ടതല്ലാതെ അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയും നടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു അപകട മുനമ്പായി അത് നിലനിൽക്കുന്നുണ്ട്. ഈ ബസ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ റോഡ് കൂടുതൽ ഇടിയുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലൂടെയുള്ള യാത്ര അത്ര സുഗമമാകില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന. പ്രവിത ക്രിസ്റ്റീന. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലൊരു കുഴി അവിടെ രൂപപ്പെട്ടത്. അതിലേക്കാണ് KSRTC ബസ് മറിഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.